വെറുതെ എല്ലാവരും എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നേ ക്യാമറ. ഞാൻ ചിലവർക്ക് ബാത്റൂമിൽ പോയിട്ട് ഇത് വരണമെങ്കിൽ മൊബൈൽ കണ്ടതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ബാത്റൂം ഒന്ന് കാണാൻ പറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ തീർന്നോ? അല്ലെങ്കിൽ ഇനിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? മാഡത്തിനുണ്ടോ? ആഗ്രഹങ്ങളുണ്ടോ? അമ്മയാണോ ആഗ്രഹത്തിന് എതിര്? പറ്റുന്നതിന് പറഞ്ഞോ. പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇയാൾക്കുണ്ടോ ആഗ്രഹങ്ങൾ? അങ്ങനെയാണ് ഈ ബോയ്സിൻ്റെ പ്രത്യേകത. അതെ, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹം ഒന്നുമില്ല, വൈഫൈ കിട്ടണം, പിന്നെ അത് എല്ലാ ആഴ്ചയും പട്ടായയിൽ പോകണം, പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. യാത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. യാത്ര ചെയ്യണം അല്ലേ? യാത്രകൾ ചെയ്യണം കേട്ടോ. പൈസ ഈ പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല എന്ന് എനിക്ക് തോന്നണത്. അല്ലേ? നടക്കില്ല അല്ലേ? പ്രശ്നങ്ങൾ തീർന്നിട്ട് ഇല്ല. നമ്മൾ ഓരോ വർഷവും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്ന അറിയോ? ഈ കൊല്ലം ഇങ്ങനെ പോകണം, ഈ വെക്കേഷന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അവധി കിട്ടിയാൽ ഇങ്ങനെ ചെയ്യണം. ഈ ഞായറാഴ്ചയൊക്കെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തിങ്കളാഴ്ചയ്ക്ക് ആ പ്രശ്നമല്ല. എന്താണെന്നറിയില്ല, പതുക്കെ പോകുള്ളൂ തിങ്കളാഴ്ച. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റങ്ങോട്ട് വന്ന് ഉച്ചയായി വൈകുന്നേരമായി, പിന്നെ അതേ നാളത്തെ ഒരുക്കായി. അതേപോലെ കുറേ ആഗ്രഹങ്ങൾക്ക് ചിട്ടി പിടിച്ചിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പൈസയൊക്കെ വേറെ പലതിനും പോവും. അതാണ് നമ്മുടെ സങ്കടം അല്ലേ? ഒരു അസുഖം വന്ന് പോവുക, കടങ്ങളുണ്ടെങ്കിൽ കടങ്ങൾ മാറ്റണം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കാൻ നടക്കില്ല. നിലവിൽ ഇപ്പോൾ ഉള്ളപ്പോൾ ആസ്വദിക്കണം, ഇപ്പോൾ ഉള്ള പൈസയ്ക്ക് ആസ്വദിക്കണം. ഏറ്റവും ആസ്വദിക്കാൻ ചെയ്യേണ്ടത് സാധനം യാത്ര പോകുക എന്നുള്ളതാണ്. 2-2-2 എന്ന് പറഞ്ഞൊരു 2 ദിവസത്തിനൊരിക്കൽ ഭാര്യയും ഭർത്താവും പുറത്തുപോയി ഭക്ഷണം കഴിക്കണം. 2 വർഷത്തിനൊരിക്കൽ യാത്ര ചെയ്യണം. 2 ദിവസത്തിലൊരിക്കൽ ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടക്കണം. അത് ഇവനൊക്കെ വെച്ച് എങ്ങനെ ഞാൻ പറയും? ആഗ്രഹങ്ങൾ നടത്തണം. കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞ് മാഡത്തിനുണ്ടായിരുന്നു, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ജീവിതം ആഗ്രഹിച്ച പോലെയൊക്കെ വന്നോ? ഇല്ല. അപ്പം എന്തുകൊണ്ടും പോണ പോലെ ആയിട്ട് ജീവിക്കല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു. എന്താ അവസ്ഥ ഇപ്പോൾ? വീട് പണിയാ വേറെ മനുഷ്യനിട്ട് പണിയരുത്. വീട് പണിയാനുള്ള ചിട്ടിയൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? സാറ് പറ. ആ സുന്ദരൻ സാറ് പറ. സാറ് പോലീസിലാവണം കേട്ടോ, അല്ലെങ്കിൽ പട്ടാളത്തിലാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരു ഉണ്ട. നെഞ്ചത്തല്ല, ഒരു ഉണ്ട പാഴാക്കാനായിട്ട് കിടുകിടി സാറ് ലുക്കാണ്. എന്താ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? മൊത്തത്തിൽ അങ്ങനെയുള്ളൂ. എന്താ നമ്മുടെ അവസ്ഥ എന്താ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞേ. മാഡം ഒന്ന് പറഞ്ഞേ, കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. എന്താ പേര്? രശ്മി. എവിടെ സ്ഥലം? ആ, എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഓ, ഇരിക്കുന്നുണ്ട്. രശ്മി, കാക്കനാട്. ആ പറ. ഈ കൊട്ട മധുവിൽ ആരെങ്കിലും ആണോ? ആഗ്രഹം പോയതൊക്കെ പോയി. യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങളുടെ ആഗ്രഹം. ഇവർ വളരെ ആക്റ്റീവാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മേഡത്തെ എന്താ പേര്? ബിന്ദു സുരേഷ്. എന്താണ് ഇപ്പോൾ അവസ്ഥ? നമ്മളെപ്പോഴും നന്നായി പോകുന്നു എന്ന് തന്നെ പറയണം കേട്ടോ. നമ്മുടെ നാട്ടുകാരോട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളികൾക്കാണ് ഈ പ്രശ്നം. ബാക്കി ഹിന്ദിക്കാരോട് വെച്ച് കൈസേ ഹോ ടീക്ക് ഹോ എന്ന് പറയും അല്ലേ? ടീക്ക് ഹോ അടിപൊളിയാണ്, പൊള്ളിയാണെന്ന് പറയും. നമ്മൾ മലയാളിയോട് എന്തൊക്കെയുണ്ട് വിഷയം? അങ്ങനെ പോകണ്ട്. നല്ലത് പറയില്ല, പൊതുവേ നല്ലത് പറയില്ല. നല്ലത് പറഞ്ഞാൽ കുഴപ്പമാണ്. നമ്മളിൽ കാശില്ലെന്ന് പറഞ്ഞാൽ കടം മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഓക്കെ, അല്ല വെള്ളപ്പം നല്ല അടി അടിച്ചില്ലേ ബിരിയാണി എല്ലാവരും? ഞാൻ കണ്ടായിരുന്നു. ആ ചിക്കൻ 2-3 പ്രാവശ്യം മരിച്ചത്. എന്തടി അടിച്ചത്? ഇത് കൊടി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ചിക്കൻ്റെ. എന്താ ആരെന്നോട് പറഞ്ഞത് ആഗ്രഹങ്ങളൊക്കെ? മാഡത്തിൻ്റെ അവസ്ഥ പറയും. ഇനിയിപ്പോൾ എന്താ ജീവിതത്തിലുള്ളൊരു ആഗ്രഹം? പണ്ടത്തെ ആ പോണ വഴിക്ക് ഗൾഫിലേക്ക് ഒരാൾ വരുന്നുണ്ടാവും, അയാളെയും കൂടി കൊണ്ടുവെക്കും ഫ്ലൈറ്റിൽ. കാശ്മീർ പോകണം. കുറച്ച് പേരൊക്കെ പറഞ്ഞു, കേൾക്കാൻ രസമുണ്ട്. ആഗ്രഹം മോനെ പഠിച്ചിട്ട് നിലയിലെത്തണം. ഓക്കെ, മക്കളെ പഠിപ്പിച്ച് നിലയിലെത്തണം.
മക്കളെ നിങ്ങൾ മൂന്നാളും കൂടി ഒരു സ്കൂളെ തുടങ്ങി മക്കളെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഉള്ള മക്കളെ എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും പറ. ഞാൻ ജോലി ചെയ്ത അച്ഛനമ്മയും നോക്കണം. ഓക്കെ, വെരി ഗുഡ്. അച്ഛനമ്മയും വിളിച്ചു നോക്കിയാൽ പറയാം ആ മോള് ആ പിശാച് കാരണം സമാധാനമില്ല. അങ്ങനെയാണോ? അല്ല. എന്താ ആഗ്രഹം? മക്കളെ പഠിച്ചത് നല്ലതല്ല. എല്ലാവർക്കും അതാണോ ആഗ്രഹം? മക്കളെന്നും പഠിപ്പിച്ച് റിട്ടേൺ കിട്ടുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ പിള്ളേർ. കണ്ടോ ഇങ്ങോട്ട് വന്നു, എവിടെയായിരുന്നു ഇത്രയും നേരം? അത് കിട്ടാൻ പോകണമെന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. തിരിച്ചു വരവൊന്നും പ്രതീക്ഷിക്കണ്ട. തിരിച്ചൊന്നും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മക്കളെ ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ മറക്കരുതെന്നാണ്. ഈ കല്യാണം കഴിയുന്നതോടുകൂടി പലരും ഉണ്ടെന്ന് അറിയോ, ഭാര്യ ഭർത്താവ് എന്നുള്ളത് മറന്നിട്ട് അച്ഛനമ്മയായിട്ട് മാറും. രണ്ടാണ്. ഭാര്യ ഭർത്താവ് എന്നുള്ളത് മറന്നിട്ട് അച്ഛനമ്മയായിട്ട് മാറും. എൻ്റെ വൈഫാണ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് കുറേ കാലമായി കേട്ടോ. വെറുതെ എല്ലാവരും എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത് ക്യാമറ. ഞാൻ തമാശ എന്ന് പറയില്ല. ഞാൻ അത് കണ്ടിട്ടില്ല. ഇവിടെ ഒരുങ്ങൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഡൈവോഴ്സ് ഒന്നും ആവാത്തവരോട്, ഡൈവോഴ്സ് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഡൈവോഴ്സ് പറ്റിയില്ലെങ്കിൽ നൈസായിട്ട് പിരിയുക, ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് ജീവിക്കുക, ജോലി ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക, പുറത്തു പോവുക, ഒരു സെൽഫ് ടൈം ഉണ്ടാവും. മീ ടൈം എന്നാണ് ഞാൻ പറയാം. എപ്പോഴും എല്ലാവരും വേണ്ടതെന്ന് വെച്ചാൽ അവനവന് വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. നന്നായി ഉറങ്ങണം. ഉറക്കമാണ് ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ. പിറ്റേ ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉറക്കം കിട്ടണം. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. എവിടെയെങ്കിലും കിടന്നാണ്ട് ഉറങ്ങണം. ചിലർക്ക് ഉറക്കമില്ല. ഈ മൊബൈൽ കണ്ടിട്ട് അങ്ങനെ ഉറക്കം പ്രശ്നമുണ്ട്. പിന്നെ ഈ ബാത്റൂമിൽ പോകുമ്പോഴുള്ള ചില സ്വഭാവങ്ങളുണ്ട് ചിലവർക്ക് ബാത്റൂമിൽ പോയിട്ട് ഇത് വരണമെങ്കിൽ മൊബൈൽ കണ്ടതിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ബാത്റൂം ഒന്ന് കാണാൻ പറ്റി.